ഈ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും എടുക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സയൻസിൽ മാത്സ് ഒഴിവാക്കി ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി മാത്രം എടുക്കുന്ന ആളുകൾ പിന്നീട് കരിയർ ചോയ്സസിനെ കുറിച്ച് വിശാലമായി ചിന്തിക്കുമ്പോൾ മാത്സ് എടുക്കാത്തതിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എടുത്ത് വന്നൊരു കുട്ടി അഭിരുചി പരീക്ഷ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് ബയോളജിയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ബയോളജിയുടെ തൊഴിൽ മേഖലകളേക്കാൾ കൂടുതൽ IT ഓറിയന്റേഷനാണ് കുട്ടിക്ക് ഉള്ളത് എന്ന്. അതിന് IT പോകാൻ ഏറ്റവും നല്ലത് കമ്പ്യൂട്ടർ സയൻസ് BTech എടുക്കുന്നതാണ്. പക്ഷെ പ്രശ്നം എന്താ? മാത്സ് ഇല്ല. ഇനി വേറൊരു കുട്ടി ബയോളജി എടുത്തു, മെഡിസിൻ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചു, മെനക്കെട്ടു, കഷ്ടപ്പെട്ടു. പക്ഷെ കുറെ അങ്ങ് എത്തിയപ്പോൾ മനസ്സിലായി മെഡിസിൻ ഒട്ടും തൻ്റെ മേഖലയല്ല എന്ന്. മാത്രമല്ല ഡിസൈനിങ് ആണ് ഏറ്റവും അനുയോജ്യമായത് എന്ന്. ഡിസൈനിങ്ങിലേക്ക് പോകാൻ അന്വേഷിക്കുമ്പോൾ ആർക്കിടെക്ചർ നല്ലതാണ്. പക്ഷെ ആർക്കിടെക്ചറിന്റെ പ്രശ്നം എന്താ? മാത്സ് നിർബന്ധമാണ്. നോക്ക്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജുകൾ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇക്കണോമിക്സ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് തൊഴിൽ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ പ്ലേസ്മെന്റ് ഒക്കെ കിട്ടും. ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് പോലുള്ള സ്ഥാപനങ്ങൾ, മദ്രാസ് സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ മാത്സ് ഒരു അത്യന്താപേക്ഷിതമായ ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നു. അവിടെ ഒരു പ്രശ്നം എന്താ? ഈ ഹ്യൂമാനിറ്റീസുകാരൻ മാത്സ് പഠിച്ചിട്ടില്ല. കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഹയർ സ്റ്റഡീസ് പറയുമ്പോൾ CA പോലുള്ളതിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുന്നത് നല്ലതാണ്. ദെൻ മറ്റ് പല യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും കൊമേഴ്സിന് അഡ്മിഷൻ കൊടുക്കുന്നത്, BComന് അഡ്മിഷൻ കൊടുക്കുന്നത് മാത്സ് കൂടി പരിഗണിച്ചിട്ടാണ്. ഇത് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കരിയർ ഓറിയന്റേഷനിൽ. അതോടൊപ്പം രാജ്യത്ത്, ലോകത്ത് ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ, ഇപ്പൊ ഇക്കണോമിക്സ് എടുത്താൽ ഇക്കണോമിക്സിൽ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളാണ് യെയിൽ, ബെർക്ക്ലി, സ്റ്റാൻഫോർഡ്, പ്രിൻസ്റ്റൺ, മാസച്യുസെറ്റ്സ്, പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റി ഒക്കെ ഇപ്പോൾ ഉള്ളത്. അത്തരം യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴും മാത്സ് പലപ്പോഴും ഒരു പ്രധാന കടമ്പയും പ്രതിബന്ധവുമായി വരാറുണ്ട്. ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സുവർണാവസരമുണ്ട്. ആ സുവർണാവസരം എന്താണെന്നറിയോ? ഇനി മുതൽ 2025-26 അധ്യയന വർഷം മുതൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്സ് അഡീഷണൽ സബ്ജക്റ്റ് ആയിട്ട് സ്കോൾ കേരള വഴി രജിസ്റ്റർ ചെയ്യാം എന്നുള്ള വളരെ സന്തോഷകരമായ വാർത്തയാണ്. എന്ന് വെച്ചാൽ താല്പര്യമുള്ള ഇത്തരം കരിയർ ഓറിയന്റേഷൻസ് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോൾ ഇന്ത്യ രസകരമായ, വളരെ മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. +2 ഇപ്പൊ ഹ്യൂമാനിറ്റീസ് എടുത്തു, മാത്സ് ഒന്നുമില്ല. കൊമേഴ്സ് എടുത്തു, അവിടെ മാത്സ് ഉണ്ടാവില്ല, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആയിരിക്കും. ദെൻ ബയോളജി എടുത്തു പോയി, പക്ഷെ പിന്നീട് തോന്നണം അയ്യോ മാത്സ് എടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കിട്ടിയത് അതായി, ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടതായി, മാത്സ് ഇല്ലാത്തതാണ് എങ്കിൽ സ്കോൾ കേരളയിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് മാത്സ് അഡീഷണൽ ആയിട്ട് പഠിക്കാം. മാത്സ് അഡീഷണൽ ആയിട്ട് പഠിക്കുമ്പോൾ സ്കൂളിൽ നിങ്ങൾക്ക് ഇത് ക്ലാസ് ഒന്നും കിട്ടില്ല. സ്കോൾ കേരള അവരുടെ വിവിധ സെന്ററുകളിൽ വെച്ച് ആഴ്ചയിൽ 1-2 ദിവസം ക്ലാസ് ഇല്ലാത്ത അവധി ദിവസങ്ങളിൽ മാത്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് തരും. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കേണ്ടതില്ല. അതോടൊപ്പം നിങ്ങൾ സ്വയം ഒന്ന് പരിശീലിക്കുകയും കൂടി ചെയ്താൽ, ഒരു ശ്രമം നടത്തുകയും ചെയ്താൽ മാത്സിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റും. പിന്നീട് ഈ എക്സാം വരുന്നത് ഹയർ സെക്കൻഡറി എക്സാമിന്റെ കൂടെ തന്നെയാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്കോൾ കേരള വഴി രജിസ്റ്റർ ചെയ്യുന്നു, പക്ഷേ പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷയുടെ കൂടെ അങ്ങനെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് മാത്സ് സെലക്ട് ചെയ്ത് നല്ല രസകരമായ കരിയേഴ്സിലേക്ക് എത്താം. ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും തീർച്ചയായിട്ടും ഇതൊരു സുവർണാവസരമാണ്. അവരുടെ സബ്ജക്റ്റുകളുടെ കൂടെ മാത്സ് കൂടി ആഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന അവസരം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. നല്ല കരിയറിലെത്താൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.